ഏവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം മാലിന്യമുക്ത കേരളം. അരനൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ മാലിന്യ പ്രശ്നം ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. അതിനുശേഷം അതേ നമ്മുടെ കേരളത്തിന് എന്ത് സംഭവിച്ചു? എൻ്റെ കേരളം എന്ന മനോഹരമായ കവിത നിങ്ങൾ കേട്ടു കാണുമല്ലോ. പാടും പുഴകളും തോടും മോടികൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും. കായലുകളും കാടുകളും മലകളും കടലും ചേർന്ന് പാടുന്ന ഒരു മധുര ഗാനമാണ് നമ്മുടെ കേരളം. പക്ഷെ ഇന്നും കേരളത്തിന്റെ മനോഹാരിതയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ആ മധുര ഗാനമായ കേരളത്തെ മാലിന്യം എന്ന ഭീകരൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ സാറിന്റെ വരികൾ ഏവർക്കും അറിയാമല്ലോ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമാകും ഭൂമിയും. ഓർക്കുക, പ്രകൃതി വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഓരോ കേരളീയനും പ്രതിദിനം ശരാശരി 1 കിലോ മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ വീടുകളിൽ നിന്നാണ്, നമ്മളിൽ നിന്നാണ് മാലിന്യത്തിന്റെ തുടക്കം. പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, അങ്ങനെ പലതരം മാലിന്യങ്ങൾ പുഴയിലേക്കോ റോഡരികിലേക്കോ വലിച്ചെറിയുന്നു. അവിടെ നിന്ന് കടലിലേക്കും ആകാശത്തിലേക്കും എത്തുന്നു. ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അതെ, ഗാർഹിക മാലിന്യം തെങ്ങിന്റെയോ വാഴയുടെയോ ചുവട്ടിൽ ഇടുന്നതായിരുന്നു നമ്മുടെ പതിവ്. അന്ന് പ്രകൃതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലായിരുന്നു നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിച്ചെറിയും മാലിന്യങ്ങൾ വിളയിച്ചതെല്ലാം രോഗങ്ങൾ, വലിച്ചെറിഞ്ഞ ദ്രോഹികൾ ഈ മണ്ണിൻ മഹാപാപികൾ. നദികൾ മരിക്കുന്നു, ജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്നു, പ്രകൃതിക്ക് ശ്വാസം മുട്ടുന്നു. പുത്തൻ ഉപഭോഗ സംസ്കാരത്തിന്റെ ഉൽപ്പന്നമാണ് കുന്നുകൂടുന്ന മാലിന്യങ്ങൾ. മാലിന്യം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പ്ലാസ്റ്റിക് മാലിന്യം എന്നത് മാത്രമാണോ? ഉപയോഗശൂന്യമായതും മണ്ണിൽ അയച്ചു ചേരാത്തതുമായ അജൈവ മാലിന്യം, ജൈവ മാലിന്യം, ഖരദ്രവ മാലിന്യം എല്ലാം ഈ ഗണത്തിൽ പെടുന്നു. ചീത്തകൾ കൊത്തി വലിച്ച് പരിസരം വൃത്തിയാക്കുന്ന കാക്കയെ വൈലോപ്പിളി പ്രകീർത്തിക്കുന്നു. പ്രകൃതിയുടെ തോട്ടി എന്ന് കാക്കയെ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് മനുഷ്യർ വലിച്ചെറിയുന്ന പൊതികൾ അവയ്ക്ക് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ട്യൂബ് ലൈറ്റുകൾ, ബൾബുകൾ, സിറിഞ്ചുകൾ എന്നിവയെല്ലാം അപകടം നിറഞ്ഞ മാലിന്യങ്ങളാണ്. ഈയിടെ പ്രചരിച്ച വാർത്തയാണ് ഡൽഹിയിലെ വായു മലിനീകരണം. ഡൽഹിയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഏവർക്കും അറിയാമല്ലോ. അതെ, വായു മലിനീകരണം രൂക്ഷമായതോടെ കൃത്രിമ മഴ പെയ്ച്ച് മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അധികാരികൾ. ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലും ഉണ്ടാകാതിരിക്കട്ടെ. നാളിതുവരെ കാണാത്ത പല അസുഖങ്ങളും നമ്മുടെ നാട്ടിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കുറച്ചു നാളുകളായി അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മെ ഭയപ്പെടുത്തുന്നു. കെട്ടിക്കിടക്കുന്ന മലിനീകരിക്കപ്പെട്ട കുളങ്ങളിലും മറ്റു ജലാശയങ്ങളിലും മുങ്ങിക്കുളിക്കുന്നവരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കാണപ്പെടുന്നുണ്ട്. അത്രയും നമ്മുടെ കുളങ്ങളും മറ്റു ജലാശയങ്ങളും മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് മാത്രമല്ല, മറ്റു ജീവജാലങ്ങൾക്കും ഭീഷണിയാണിത്. മാലിന്യമുക്ത കേരളം സാക്ഷാത്കരിക്കാൻ നാം എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യേണ്ടത്? മാലിന്യം തരംതിരിക്കുക, വലിച്ചെറിയൽ ശീലം ഉപേക്ഷിക്കുക, പുനരുപയോഗം, പുനരുപാദനം, പരിമിത ഉപയോഗം എന്നിവ ശീലമാക്കുക. ഹരിതകർമ്മസേന, NSS, സ്കൗട്ട്, ഗൈഡ് തുടങ്ങിയ സേവന സംഘടനകളുടെ സർവ്വജന പങ്കാളിത്തം ഉറപ്പാക്കുക. നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ഈ നാടിന്റെ ഭാവി. നമ്മളാകട്ടെ ആ മാറ്റത്തിന്റെ ആദ്യത്തെ കണ്ണുകളും. വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തികൾ കൊണ്ടാണ് മാറ്റങ്ങൾ സൃഷ്ടിക്കേണ്ടത്. ശുചിത്വം ഒരു ശീലമാക്കുമ്പോൾ സാംസ്കാരികമാക്കാം ഒരു രാഷ്ട്രത്തെ എന്ന APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് നിർത്തുന്നു. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒത്തൊരുമിക്കാം. നന്ദി, നമസ്കാരം.